ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ വെബ് പേജിലേക്ക് നമുക്ക് എക്സ്റ്റേണൽ CSS ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ്. കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകളിലായി നമ്മൾ സംസാരിച്ചത് എങ്ങനെ ഇൻലൈന് അതേപോലെ ഇന്റേണൽ CSS എന്നിവ നമ്മുടെ വെബ് പേജിൽ ചേർത്ത് കൊടുക്കുക എന്നാണ് നോക്കിയത്. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എങ്ങനെ നമ്മുടെ വെബ് പേജിൽ നമുക്ക് എക്സ്റ്റേണൽ CSS ചേർത്ത് കൊടുക്കാം എന്നതിനെ കുറിച്ചാണ്. ഓക്കെ, എക്സ്റ്റേണൽ CSSന്റെ മെയിൻ ഉപയോഗം എന്തെന്ന് വെച്ചാൽ നമ്മളൊരു എക്സ്റ്റേണൽ CSS ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് എല്ലാ പേജിലും നമുക്ക് ഒരേപോലെ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇന്റേണൽ CSS ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതേ സ്റ്റൈല് ആ പേജിൽ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. അത് മറ്റു പേജുകൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നമ്മൾ വീണ്ടും ഇന്റേണൽ CSS നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടി വരും. എന്നാൽ നമുക്ക് ഈ രൂപത്തിൽ, അതായത് എക്സ്റ്റേണൽ CSS ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ പേജിലും ഒരേ രൂപത്തിൽ തന്നെ നമുക്ക് CSS ചേർത്ത് കൊടുക്കാം. അപ്പോൾ എക്സാമ്പിളിന് വേണ്ടി ഞാനിവിടെ വിക്കിപീഡിയന്റെ സൈറ്റ് ഒന്ന് ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അപ്പം ഞാനിവിടെ വിക്കിപീഡിയയിൽ കമ്പ്യൂട്ടർ എന്ന പേജാണ് ഞാനിവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പേജ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഹെഡിങ്ങിന്റെ ഫോണ്ട് ഏതാണെന്നും അതേപോലെ തന്നെ ഇതിന്റെ സബായിട്ട് വരുന്ന ഫോണ്ട് സ്റ്റൈൽ ഏതാണെന്നും അതേപോലെ തന്നെ ഇതിലെ ടെക്സ്റ്റ് ഇമേജുകൾ എവിടെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്നും അതേപോലെ തന്നെ ഇതിലേക്ക് മറ്റു സബ് ഹെഡിങ്ങുകളും അതേപോലെ തന്നെ അതിന്റെ ഉള്ളിൽ വരുന്ന ഹെഡിങ്ങുകളൊക്കെ നമുക്ക് ഒരേ രൂപത്തിലാണ് വന്നിട്ടുള്ളത്. ഇതേ രൂപത്തിൽ തന്നെ നമുക്ക് മറ്റൊരു പേജ് ഇവിടുന്ന് ഓപ്പൺ ചെയ്ത് വരികയാണെങ്കിൽ, ഇപ്പോൾ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്ന പേജ് നമ്മൾ ഓപ്പൺ ചെയ്ത് വരികയാണെങ്കിലും ഇതിലും എല്ലാ സ്റ്റൈലും കാര്യങ്ങളും ഒരേ രൂപത്തിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ പേജ് ക്രിയേറ്റ് ചെയ്യുകയാണ്, ഈ രൂപത്തിൽ നമ്മൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്, നമ്മൾ ഇന്റേണൽ CSS ആണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ എല്ലാ പേജിലും നമുക്ക് ആ CSS കോഡ് പ്രത്യേകം നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഈ പ്രശ്നം നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ CSSൽ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ടാഗാണ് എക്സ്റ്റേണൽ CSS. ഇത് ഒട്ടുമിക്ക എല്ലാ വെബ്സൈറ്റുകളും ഫോളോ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഫംഗ്ഷനാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ എക്സ്റ്റേണൽ CSS ഉപയോഗിക്കുന്നു എന്ന് നോക്കാം. ഓക്കെ, എക്സ്റ്റേണൽ CSS നമ്മൾ ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുകയാണ്. നേരത്തെ ചെയ്ത പ്രോഗ്രാം തന്നെ നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ നമ്മൾ ഈ സ്റ്റൈല് എന്ന ഭാഗം നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കുന്നു. ഓക്കെ, അതിനുശേഷം നമ്മളിവിടെ വന്ന് ഇതിപ്പോൾ നമ്മൾ റൺ ചെയ്യുകയാണെങ്കിൽ ഇത് നമുക്ക് പ്രത്യേകം മാറ്റങ്ങളൊന്നും വരില്ല. നമ്മൾ എന്താണോ കൊടുത്തത് അതിൻ്റെ ഹെഡിങ്, ആ ടാഗുകൾ മാത്രമായിട്ട് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വരികയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ നമുക്കൊരു എക്സ്റ്റേണൽ CSS ചേർത്ത് കൊടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിലൊരു പുതിയൊരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ്റ്റേണൽ CSS ഫയൽ നമ്മൾ സേവ് ചെയ്യുമ്പോൾ അതിൻ്റെ എക്സ്റ്റൻഷന് .css എന്ന എക്സ്റ്റൻഷനോട് കൂടി സേവ് ചെയ്യണം. അപ്പോൾ ഞാനിവിടെ ഈ ഫയൽ ഒന്ന് സേവ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ വന്ന് നമുക്ക് അതിൻ്റെ പേരെന്താണോ വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ തൽക്കാലം ഈ ഫയലിന് ഞാൻ സ്റ്റൈല് എന്ന പേര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ എക്സ്റ്റൻഷന് നമ്മൾ CSS എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് സേവിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്കിവിടെ എങ്ങനെ ഇതിലേക്ക് ഈ എക്സ്റ്റേണൽ CSS ഉപയോഗിക്കാമെന്ന് നോക്കാം. നമുക്കിവിടെ വന്ന് H1 അതേപോലെ തന്നെ ബോൾഡ് രണ്ട് ടാഗുകൾക്കാണ് നമ്മൾ CSS ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ H1 എന്ന ടാഗ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മൾ നേരത്തെ ചെയ്ത അതേ രൂപത്തിൽ തന്നെ ഇതിന് കളർ ഏതാണോ വേണ്ടത് അത് നമുക്കിവിടെ ചേർത്ത് കൊടുത്തു. ഞാൻ കളർ റെഡ് ചേർത്ത് കൊടുത്തു. അതേപോലെ തന്നെ ഞാനിവിടെ വന്ന് ഫോണ്ട് സൈസും ചേർത്ത് കൊടുത്തു. ഫോണ്ട് സൈസ് ഞാനിവിടെ വന്ന് 100 പിക്സൽ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ കൊടുത്ത CSS കോഡ് നമ്മുടെ വെബ് പേജിലേക്ക് നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കിത് വെബ് പേജിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചേർത്ത് കൊടുക്കുക ലിങ്ക് എന്ന് ടൈപ്പ് ചെയ്ത് എൻ്റർ അമർത്തുമ്പോൾ തന്നെ ഈ രൂപത്തിൽ നമുക്കിവിടെ വരും. ലിങ്ക് റിലേഷൻ REL എന്നാണ് അതിൻ്റെ ഫുൾ റിലേഷൻ = ഡബിൾ കൊട്ടേഷനുള്ളിൽ സ്റ്റൈൽ ഷീറ്റ് എന്ന് എഴുതുക. എന്നിട്ട് നമ്മൾ എന്ത് പേരിലാണോ ആ ഫയൽ സേവ് ചെയ്തത് ആ ഫയലിൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ സേവ് ചെയ്ത ഈ ഫയലിൻ്റെ പേര് സ്റ്റൈല് എന്നാണ്. അപ്പോൾ ആ ഫയലിൻ്റെ പേര് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിതൊന്ന് സേവ് ചെയ്ത് റൺ ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊന്ന് ലോഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ കൊടുത്ത അവിടെ എന്തൊക്കെയാണോ നമ്മൾ ഇതിന് CSS കോഡ് ചേർത്തത് അതെല്ലാം നമുക്ക് ഈ വെബ് പേജിലേക്ക് അപ്ലൈ ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാനിവിടെ അടുത്തൊരു വെബ് പേജ് കൂടിയുണ്ട്, ബേസ്. ഇതിൽ ഞാനിവിടെ ഇപ്പോൾ ഉള്ളത് മാറ്റിയിട്ട് നമ്മളതായിട്ടുള്ള രൂപത്തിലേക്ക് മാറ്റുകയാണ്. ഇതിൽ ഞാനിവിടെ ഒരു H1 ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് ഞാനായിട്ട് ചേർത്ത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ വേണ്ട, ഇതിന് നമ്മൾ ഇറ്റാലിക് എന്ന ടാഗ് ചേർത്ത് കൊടുക്കണം. ഇറ്റാലിക്കിൻ്റെ CSS ആയ I എന്ന് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഒരു വേർഡ് ടൈപ്പ് ചെയ്തു.
ഓക്കെ, ഇനി ഈ ഐ എന്ന ടാഗിന് നമ്മൾ CSS ചേർത്ത് കൊടുക്കാൻ ഇതിൽ വന്നു. അതിനുശേഷം നമ്മളിവിടെ വന്ന ഐ എന്ന ടാഗ് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇതിന് നമുക്ക് എന്തൊക്കെയാണോ വേണ്ടത് അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ കളറ് നമുക്ക് ബ്ലൂ ആക്കി കൊടുക്കാം, ഇഷ്ടമുള്ളത് കൊടുക്കാം. അതേപോലെ ഫോണ്ട് സൈസ് നമുക്കൊരു 100 പിക്സൽ തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 100 പിക്സൽ ഞാൻ ഫോണ്ടും ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇനി നമ്മളിവിടെ വന്ന് ഈ ബേസ് എന്ന വെബ് പേജിലേക്ക് നമ്മൾ ആ എക്സ്റ്റേണൽ CSS നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എഡ് എന്ന ടാഗിൻ്റെ ഉള്ളിൽ നമ്മൾ ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ലിങ്ക് റിലേഷനും സ്റ്റൈൽ ഷീറ്റ്, അതിനുശേഷം HREF ഇവിടെ വന്ന് സ്റ്റൈൽ എന്നും ചേർത്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമുക്ക് ആ ബേസ് എന്ന പേജ് ഒന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ആ കൊടുത്ത CSS കോഡ് ഇതിലും നമുക്ക് ഇതേപോലെ വന്നിട്ടുണ്ടാവും. ഇനി ഈ ബേസ് എന്ന പേജ് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു H1 എന്ന ടാഗ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിന് ഞാൻ അലോ എന്നൊരു ടെക്സ്റ്റ് ഞാനിവിടെ ചേർത്ത് കൊടുത്തു. അപ്പോൾ ഇത് റൺ ചെയ്യിക്കുമ്പോൾ അതിന് അതേ നമ്മൾ ഈ പേജിൽ എന്താണോ H1ന് CSS കോഡ് ചേർത്ത് കൊടുത്തിരുന്നത് അതേ കോഡ് തന്നെ ഇതിനും അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ഇനി എല്ലാ H1നും നമുക്ക് കളർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റൈലിൽ പോയതിനു ശേഷം ഇവിടെ ഈ റെഡ് എന്ന ഭാഗത്ത് നമ്മൾ ഗ്രീൻ എന്ന് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നോക്കൂ, ഈ പേജിലും നമ്മൾ ആ ഹെഡിങ് എന്ന ഭാഗം ഗ്രീൻ ആയിട്ടുണ്ട്. അതേപോലെ ഈ പേജിലും നമ്മൾ ആ ഹെഡ് ഇതൊന്ന് ലോഡ് ചെയ്യാം. അപ്പോൾ ഈ പേജിലും നമ്മൾ ആ ഹെഡ് എന്ന ഭാഗത്തിന് ഗ്രീൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു 1000 പേജ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലും എല്ലാ പേജിലും നമുക്ക് ഒരേ രൂപത്തിലുള്ള CSS കോഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ് എന്തെന്ന് വെച്ചാൽ നമുക്ക് ഏതെങ്കിലും ഒന്നിൽ നമുക്ക് പ്രത്യേകം മാറ്റം വരുത്തണം എന്നുണ്ടെങ്കിൽ ആ സൈറ്റ് മാത്രം ഓപ്പൺ ചെയ്തിട്ട് അതിന് നമുക്ക് എന്താണോ CSS കോഡ് വേണ്ടത് അത് മാത്രം നമുക്കതിൽ മാറ്റം വരുത്തിയാൽ മതി. അപ്പോൾ എൻ്റയർലി എല്ലാ പേജിലും അത് ഒരേ രൂപത്തിൽ തന്നെ മാറി വരും. ഓക്കെ, അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ എക്സ്റ്റേണൽ CSS എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്റ്റേണൽ CSS നമ്മൾ ലിങ്ക് എന്ന ടാഗിൻ്റെ ഉള്ളിലാണ് നമ്മൾ അതിനേക്ക് ആവശ്യമായിട്ട് ചേർത്ത് കൊടുത്തത്. അത് സേവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, .css എന്ന എക്സ്റ്റൻഷനോട് കൂടി ആ ഫയൽ സേവ് ചെയ്യണം. .css എന്ന എക്സ്റ്റൻഷനോട് കൂടി ആ ഫയൽ സേവ് ചെയ്യണം. ഓക്കെ, അടുത്തതായി നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറയാൻ പോകുന്നത് CSS കമാൻഡ്സ് ആണ്. അതായത് HTML നമ്മുടെ വെബ് പേജിൽ എങ്ങനെ നമുക്ക്, അതായത് CSS കോഡിൽ നമുക്ക് എങ്ങനെ കമൻറ്റുകൾ ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് അടുത്തതായി നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ, കമൻറ്റ് നമ്മൾ HTML എങ്ങനെയാണ് നമുക്ക് കമൻറ്റ് ഉപയോഗിക്കുക എന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് CSS ഉപയോഗിച്ചിട്ട് കമൻറ്റ് ചേർത്ത് കൊടുക്കാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ കമൻറ്റ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്തിനാണ് കമൻറ്റ് ഉപയോഗിക്കുന്നത്, അതായത് നമ്മളൊരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ എന്തൊക്കെ കോഡുകളാണോ ഉപയോഗിച്ചിട്ടുള്ളത് അത് നമുക്ക് മറ്റുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കി കൊടുക്കാനും ആ കോഡ് വേറെ ഒരാൾ തിരുത്തുകയാണെങ്കിൽ ഓരോ ഭാഗത്തും എന്താണ് കൊടുത്തത് എന്നും അവർക്ക് അതൊരു നോട്ടായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് നമ്മൾ കമൻറ്റ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ സിംഗിളിനും അതേപോലെ മൾട്ടിപ്പിൾ ലൈൻസിനും നമുക്ക് ഒരേ രൂപത്തിൽ തന്നെയാണ് കമൻറ്റ് ചേർത്ത് കൊടുക്കുന്നത്. അതിന് പ്രത്യേക കമൻറ്റ് ഓപ്ഷനൊന്നുമില്ല. ഈ കമൻറ്റ് ഒരിക്കലും നമ്മളെ ബ്രൗസറിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുകയും ഇല്ല. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമുക്കിതിന് കമൻറ്റ് ചേർത്ത് കൊടുക്കുക എന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ H1 എന്ന ടാഗിന് നമുക്ക് ഇവിടെ തൽക്കാലം CSS ചേർത്ത് കൊടുക്കേണ്ട. അപ്പോൾ നമ്മൾ കമൻറ്റ് ചേർത്ത് കൊടുക്കാൻ ആദ്യം തന്നെ സ്ലാഷ് എന്നിട്ട് കൊടുക്കുക, അതിനുശേഷം സ്റ്റാർ എന്നിട്ട് കൊടുക്കുക. എന്നിട്ട് എവിടെയാണോ നമ്മുടെ കമൻറ്റ് അവസാനിപ്പിക്കേണ്ടത് അവിടെ കൊണ്ടുപോയി സ്റ്റാർ ഇട്ടതിന് ശേഷം നമ്മൾ ആ സ്ലാഷ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയും ചെയ്യുക. അപ്പോൾ അത്രയും ഭാഗം നമുക്ക് നമ്മുടെ CSSൽ അപ്ലൈ ആയിട്ടുണ്ടാവില്ല. അതായത് ഞാനിവിടെ ഇതിൽ കമൻ്റായി ചേർത്ത് കൊടുത്തത് H1 എന്ന ഭാഗമാണ്. അപ്പോൾ നമ്മൾ ഈ വെബ് പേജ് റൺ ചെയ്യിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ആ H1ന് കൊടുത്ത CSS ഇവിടുന്ന് ഹൈഡായി വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇത്തരം കമൻറ്റുകൾ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെബ് പേജിൽ നമുക്ക് എന്തെങ്കിലും നോട്ടുകൾ എന്തെങ്കിലും ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ഈ കമൻറ്റ് ഈ രൂപത്തിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആദ്യം സ്ലാഷ് ഇടുക, അതിനുശേഷം സ്റ്റാർ ഇടുക, എന്നിട്ട് എന്താണോ നമുക്ക് കമൻറ്റ് വേണ്ടത് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ കമൻറ്റ് ഒരിക്കലും നമ്മുടെ വെബ് പേജിൽ നമുക്ക് ഡിസ്പ്ലേ ചെയ്യാനും കഴിയില്ല. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.